വിൻസിയെ വിളിച്ചു. ഞാൻ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ഗ്രൂപ്പ് കോളിൽ വന്നു. വിൻസിക്ക് പരാതി പറയാൻ പേടിയായിരുന്നു, സത്യസന്ധമായി പറഞ്ഞാൽ. പക്ഷേ വിൻസിയോട് ഞങ്ങൾ പറഞ്ഞു, പരാതി നൽകിയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിൻസി പറഞ്ഞു, ICയിലുള്ള 3 പേര്, 5 പേരിൽ 3 സ്ത്രീകളായിരുന്നു. അവരും ഡയറക്ടർ ഉൾപ്പെടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവരും വിൻസിയുടെ ഈ പ്രശ്നം സഹകരിക്കുകയും ഡയറക്ടർ ഈ നടനോട് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം വിൻസി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് വിൻസി ഈ കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് വിൻസിയുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വിൻസി ഇതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇത് അറിയുന്നത്. തിങ്കളാഴ്ച ടൈറ്റിൽ കമ്മിറ്റി കഴിഞ്ഞ് 3 മണിക്ക് അടിയന്തര യോഗം ഞങ്ങൾ ചേർന്നിട്ട് ശക്തമായ നടപടി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടി എടുക്കും. സുഗമമായി ഷൂട്ടിംഗ് നടക്കണം. ഞങ്ങളുടെ പണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ അഫിലിയേറ്റ്സിൻ്റെ പണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സുഗമമായി നടത്തണം. ഉപ്പ് നിന്ന് വെള്ളം കുടിക്കണം. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ സ്വകാര്യതകളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ശല്യമാണ്, ഇത് പൊതുശല്യമാണ്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളെയൊക്കെ എന്നെ ഇതുപോലെ തന്നെ ഈ നമ്മൾ സഹകരിക്കാതിരിക്കേണ്ടവരായിരുന്നു. ഇനി ഇത് വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല. ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത്. ആൻഡ് എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല. അവരെ പോലെയുള്ളവർക്ക് സിനിമകളുണ്ട്, ഇപ്പോഴും അവരെ വെച്ച് സിനിമ ചെയ്യാൻ ആൾക്കാരുണ്ട്. Why that's happening? Because there are people to support their behavior.